എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ് ഈ പാഠത്തിൻ്റെ 5ാമത്തെ പാർട്ടിലേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പാഠഭാഗത്ത് സ്പ്രെഡ്ഷീറ്റ് ഫങ്ഷൻസ് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. ആദ്യത്തെ കാറ്റഗറി ഓഫ് ഫങ്ഷൻസ് ആണ് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്. ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസിനെ കുറിച്ച് കാണാം. സ്പ്രെഡ്ഷീറ്റിൽ വിവിധ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഫങ്ഷനാണ് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്. These functions are used for inserting, editing and manipulating date and time. Date and ടൈമുമായിട്ട് ബന്ധപ്പെട്ടതാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ഫംഗ്ഷനുകൾ. They are mainly used for inserting, editing and manipulating date and time. ഡേറ്റും ടൈമും സെല്ലുകളിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വിവിധ കാൽക്കുലേഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി ആണ് പ്രധാനമായിട്ടും ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ലിബ്രെ ഓഫീസ് കാൽക്ക് കൺസിഡേഴ്സ് ഡേറ്റ് ആൻഡ് ടൈം ആസ് എ ന്യൂമറിക്കൽ വാല്യൂ. ഒരു ന്യൂമറിക്കൽ ഡേറ്റ അല്ലെങ്കിൽ വാല്യൂ ആയിട്ടാണ് ലിബ്രെ ഓഫീസ് കാൽക്കിൽ ഡേറ്റും ടൈമും കണക്കാക്കുന്നത്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് ആർ ടുഡേ, നൗ, then year, month, day, date and also date value. 7 പ്രധാനപ്പെട്ട ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് ആണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടുഡേ, നൗ, ഇയർ, മന്ത്, ഡേ, ഡേറ്റ്, ഡേറ്റ് വാല്യൂ ഇവയാണ് പ്രധാനപ്പെട്ട ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്. ആദ്യമായിട്ട് നമുക്ക് ടുഡേ എന്നുള്ള ഫംഗ്ഷനിലേക്ക് കടക്കാം. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനിൽ ഒന്നാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് ടുഡേ എന്നുള്ള ഫംഗ്ഷനാണ്. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് കറണ്ട് സിസ്റ്റം ഡേറ്റ് ഇൻ ദ സെൽ. ഏതെങ്കിലും ഒരു സെല്ലിൽ തനത് ദിവസത്തെ ഡേറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഉള്ള ആ ദിവസത്തെ ഡേറ്റ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ടുഡേ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ സെല്ലിൽ എൻ്റർ ചെയ്യുമ്പോൾ ആ ഡേറ്റ് ആയിരിക്കും ഈ ഫംഗ്ഷൻ കാണിക്കുക. അപ്പോൾ കറണ്ട് ഡേറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള ഡേറ്റ് ആ ദിവസത്തെ ഡേറ്റ് ആയിരിക്കും ഇവിടെ ടുഡേ ഫംഗ്ഷൻ നൽകുക. സോ ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് കറണ്ട് സിസ്റ്റം ഡേറ്റ് ഇൻ ദ സെൽ. കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന ആ ദിവസത്തെ ഡേറ്റ് ആയിരിക്കും ഈ ഫംഗ്ഷൻ റിസൾട്ടായിട്ട് നൽകുക. ദ കറണ്ട് ഡേറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി റിട്ടേൺഡ് വെൻ ദ ഡോക്യുമെൻ്റ് ഈസ് ഓപ്പൺഡ് ഇൻ എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ടുഡേ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഡേറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോൾ നമ്മൾ ആ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ആ ദിവസത്തെ ഡേറ്റ് ആയിരിക്കും കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഉള്ള ആ ദിവസത്തെ ഡേറ്റ് ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുക. ഇതിൻ്റെ സിൻടാക്സ് ഈക്വൽ ടു ടുഡേ ബ്രാക്കറ്റാണ്. നമുക്കറിയാം ഫോമുല തന്നെയാണ്. ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ഒരു റെഡിമെയ്ഡ് ഫോമുലയാണ്. ഡിഫോൾട്ടായിട്ട് കാൽക്കുലുള്ള ഫോമുല തന്നെയാണ് ഫംഗ്ഷനുകൾ. അതുകൊണ്ട് ആരംഭിക്കുമ്പോൾ ഈക്വൽ ടു സിമ്പിൾ വേണം തുടങ്ങാൻ. ഒരു ഫോമുല തുടങ്ങുന്നത് പോലെ ഒരു ഫംഗ്ഷൻ നമ്മൾ നൽകുമ്പോൾ ഈക്വൽ ടു സിമ്പിൾ നൽകിയിട്ട് വേണം ആരംഭിക്കാൻ വേണ്ടിയിട്ട്. സോ ടുഡേ എന്നുള്ള ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു സെല്ലിൽ നൽകുമ്പോൾ ഈക്വൽ ടു ടുഡേ അവിടെ ഒരു ബ്ലാങ്ക് ബ്രാക്കറ്റാണ് അവിടെ നൽകുക. ബ്രാക്കറ്റിനുള്ളിലൊന്നും നൽകേണ്ടതില്ല. ആ ദിവസത്തെ ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സെല്ലിൽ തനത് ദിവസത്തെ ആ ദിവസത്തെ ഡേറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ടുഡേ ബ്രാക്കറ്റ്. ഉദാഹരണമായിട്ട് 27-ാം തീയതി 27/9/2020
നമ്മളൊരു സെല്ലിൽ ഈക്വൽ ടു ടുഡേ ബ്രാക്കറ്റ് എൻ്റർ ചെയ്താൽ ആ സെല്ലിൽ ആ ദിവസത്തെ ഡേറ്റ് ആയിട്ടുള്ള 27/9/2020 ആയിരിക്കും കാണിക്കുക. അപ്പോൾ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഉള്ള ഡേറ്റ് ഏതാണോ കറണ്ട് ഡേറ്റ് ആയിട്ട് ഉള്ള ഡേറ്റ് ആയിരിക്കും അതിൽ കാണിക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രകാരം ഉള്ള ഡേറ്റ്, ആ ദിവസത്തെ ഡേറ്റ് ആണ് ടുഡേ എന്നുള്ള ഫംഗ്ഷൻ റിസൾട്ടായിട്ട് നൽകുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും ഡേറ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടുഡേ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് നൗ. നൗ എന്നുള്ള ഫംഗ്ഷനാണ് അടുത്ത ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ. നൗ ഫംഗ്ഷൻ ആകുമ്പോൾ ഡേറ്റും ടൈമും കൂടെ കാണിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണുള്ളത്. ഡേറ്റിനോടൊപ്പം ആ സമയത്തുള്ള ഡേറ്റിൻ്റെ കൂടെ സമയം കൂടി കാണിക്കുന്നു. ഇറ്റ് ഡിസ്പ്ലേസ് ദ കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം ഇൻ ദ സെൽ. ഇതിൻ്റെ സിൻടാക്സ് ഈക്വൽ ടു നൗ ബ്രാക്കറ്റ്. ഈക്വൽ ടു നൗ ബ്രാക്കറ്റ് എന്നുള്ള സിൻടാക്സ് ഉപയോഗിച്ചാണ് ഡേറ്റും ടൈമും നമ്മളൊരു സെല്ലിൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ചെയ്യാൻ കഴിയുന്നത്. ഉദാഹരണമായിട്ട് അറ്റ് 4 PM ഓഫ് 27/9/2020 we enter in a cell equal to now bracket, it will display 27/9/2020 16 hours in the cell. അപ്പോൾ 27/9/2020 4 മണിക്കാണ് നമ്മളൊരു സെല്ലിൽ ഈക്വൽ ടു നൗ ബ്രാക്കറ്റ് എന്നുള്ള ആ ഒരു കമാൻഡ് നൽകുന്നതെങ്കിൽ അവിടെ ആ സെല്ലിൽ ആ ദിവസത്തെ ഡേറ്റും ആ സമയവും കാണിക്കുന്നതാണ്. അപ്പോൾ ഡേറ്റിൻ്റെ കൂടെ സമയവും കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അവിടെ നൗ എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. ദെൻ തേർഡില് ഇയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസിൽ മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഇയർ ഫംഗ്ഷനാണ്. ഇറ്റ് റിട്ടേൺസ് ദ ഇയർ ഫ്രം ദ ഡേറ്റ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ നൽകിയ ഡേറ്റിൻ്റെ ഇയർ മാത്രം ഒരു സെല്ലിൽ മറ്റൊരു സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിലാണ് ഇയർ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഒരു ഡേറ്റിൽ നിന്നും ഇയർ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ഉള്ളതെങ്കിൽ അതിൻ്റെ സിൻടാക്സ് ആണ് ഈക്വൽ ടു ഇയർ ബ്രാക്കറ്റിൽ ഡേറ്റ്. ഡേറ്റ് കൊട്ടേഷനിലാണ് നമ്മളവിടെ കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് സെൽ റെഫറൻസുകളും അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഡേറ്റ് ഉള്ള സെല്ല് അവിടെ സ്പെസിഫൈ ചെയ്താലും നമുക്ക് ആ ഇയർ അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. ഉദാഹരണമായിട്ട് ഈക്വൽ ടു ഇയർ അവിടെ ബ്രാക്കറ്റിൽ കൊട്ടേഷനിൽ 27/9/2020 കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഏത് സെല്ലിലാണോ ഈ ഫോമുല നമ്മൾ കൊടുത്തത്, ഈ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചത്, അവിടെ 2020 എന്നായിരിക്കും ആ ഡേറ്റിലെ ഇയർ മാത്രമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. മറ്റൊരു ഉദാഹരണം, സെൽ E5 27/9/2020 കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റൊരു സെല്ലിൽ ഈക്വൽ ടു ഇയർ E5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഡേറ്റിൻ്റെ ഇയർ ആയിട്ടുള്ള 2020 മാത്രം ആ സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇയർ കാണിക്കേണ്ട ഡേറ്റ് കൊട്ടേഷനിൽ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സെൽ റെഫറൻസ്, സാധാരണ ഇത് സെൽ റെഫറൻസ് ആണ് യൂസ് ചെയ്യേണ്ടി വരിക, ആ സെൽ റെഫറൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു ഡേറ്റിൽ നിന്നും ഇയർ മാത്രം ഡിസ്പ്ലേ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇയർ ഫംഗ്ഷൻ പോലെ തന്നെയാണ് മന്ത് ഫംഗ്ഷനും. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസ് നമ്മൾ അടുത്തായിട്ട് കാണുന്നത് മന്ത് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഇറ്റ് റിട്ടേൺസ് ദ മന്ത് ഓഫ് ദ ഗിവൺ ഡേറ്റ്. ഇയർ ഫംഗ്ഷനിൽ ഇയർ കാണിച്ചതുപോലെ ഇവിടെ മന്ത് എന്നുള്ള ഫംഗ്ഷനിൽ നൽകിയ ഡേറ്റിൻ്റെ മന്ത് മാത്രമായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുക. സെൽ റെഫറൻസ് ഓഫ് ദ റിലേറ്റഡ് സെൽ മേ ഓൾസോ ബി യൂസ്ഡ് ഹിയർ. ഇവിടെ ഡേറ്റ് കൊട്ടേഷനിൽ കൊടുക്കുന്നതിന് പകരം സെൽ റെഫറൻസ് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ സിൻടാക്സ് ഈക്വൽ ടു മന്ത് ബ്രാക്കറ്റിൽ ഡേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ സെൽ റെഫറൻസ് ആയാലും മതി. സെൽ റെഫറൻസ് ആണെങ്കിൽ അവിടെ കൊട്ടേഷൻ ആവശ്യമില്ല,
ഡേറ്റാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ കൊട്ടേഷനിൽ വേണം ഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എക്സാമ്പിളായിട്ട് നൽകിയിരിക്കുന്നത് 27/9/2020 എന്നുള്ള ഡേറ്റ് നമ്മൾ കൊട്ടേഷനിൽ കൊടുത്ത് മന്ത് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടാൽ ഏത് സെല്ലിലാണ് നമ്മൾ ഈ ഫോർമുല എൻ്റർ ചെയ്യുന്നത്, അവിടെ 9 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇവിടെ മന്ത് 9 ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മന്ത് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ 9 എന്നുള്ള ആ ഒരു മന്തിൻ്റെ വാല്യൂ ആയിരിക്കും അവിടെ സെല്ലിൽ കാണിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഡേ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഒരു ഡേറ്റിൽ നിന്ന് ഡേ മാത്രം നമുക്ക് ലഭിക്കണം. ആ ഡേറ്റിലെ ഡേ മാത്രമാണ് നമുക്കൊരു സെല്ലിൽ ആവശ്യമെങ്കിൽ അവിടെ ഡേ ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് റിട്ടേൺസ് ദ ഡേ ഓഫ് ദ ഗിവൺ ഡേറ്റ്. നമ്മൾ നൽകുന്ന ഡേറ്റിന് ഡേറ്റായിട്ട് നൽകുകയോ സെൽ റെഫറൻസ് ആയിട്ട് ഇവിടെ കൊടുക്കാം. ആ ഡേറ്റിലെ ഡേ മാത്രം ഡിസ്പ്ലേ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സെൽ റെഫറൻസ് ഓഫ് ദ റിലേറ്റഡ് സെൽ മേ ഓൾസോ ബി യൂസ്ഡ് ഹിയർ. സിൻടാക്സ് ഈക്വൽ ടു ഡേ ബ്രാക്കറ്റിൽ കൊട്ടേഷനിൽ ഡേറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ സെൽ റെഫറൻസ് ആണ് എങ്കിൽ ആ സെൽ റെഫറൻസ് കൊട്ടേഷൻ നൽകേണ്ടതില്ല, സെൽ റെഫറൻസ് നൽകുക. എക്സാമ്പിളായിട്ട് ഈക്വൽ ടു ഡേ ബ്രാക്കറ്റിൽ കൊട്ടേഷനിൽ 27/9/2020 നൽകി കഴിഞ്ഞാൽ അവിടെ ആ സെല്ലിൽ 27 എന്നായിരിക്കും അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഒരു ഡേറ്റിൽ നിന്നും ഡേ മാത്രമേ നമുക്ക് മറ്റൊരു സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമുള്ളെങ്കിൽ അവിടെ ഡേ ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനിലെ 6ാമത്തെ ടൈപ്പാണ് ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ ഡേറ്റ് വെൻ ഇയർ, മന്ത് ആൻഡ് ഡേ ആർ ഗിവൺ ഇൻ ആസ് പാരാമീറ്റേഴ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോർമുലയിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വാല്യൂസ് ആയിട്ട് ഡേറ്റും ഇയറും മന്തും നൽകുകയാണെങ്കിൽ അതിൻ്റെ ക്രമം ഇയർ, മന്ത്, ഡേ എന്നുള്ള ക്രമമാണ്. സിൻടാക്സ് ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഡേറ്റ് ബ്രാക്കറ്റിൽ ഇയർ കോമ ഇട്ടിട്ട് മന്ത് കോമ ഡേ നൽകിക്കഴിഞ്ഞാൽ അപ്പം ആ ക്രമത്തിൽ തന്നെ ഇയറും മന്തും ഡേയും നൽകിക്കഴിഞ്ഞാൽ അത് ഡേറ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഡേറ്റ് ഫംഗ്ഷൻ. അവിടെ ഇയറും മന്തും ഡേയും ആ ക്രമത്തിൽ ആ ഓർഡറിൽ തന്നെ നൽകിക്കഴിഞ്ഞാൽ അവിടെ സെൽ റെഫറൻസ് യൂസ് ചെയ്യാം. അപ്പോൾ 3 വ്യത്യസ്ത സെല്ലുകളിലാണ് ഇയറും മന്തും ഡേയും ഉള്ളെങ്കിൽ അതിനെ മറ്റൊരു സെല്ല് ഡേറ്റായിട്ട് മാറ്റണമെങ്കിൽ ഈ ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. എക്സാമ്പിളായിട്ട് ഈക്വൽ ടു ഡേറ്റ് 2020,9,27 എന്ന് നമ്മൾ നൽകിക്കഴിഞ്ഞാൽ അത് ഡേറ്റായിട്ട് 27/9/2020 എന്ന് ഡേറ്റായിട്ട് ആ ഫോർമുല നൽകുന്ന സെല്ലിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ സെൽ റെഫറൻസ് യൂസ് ചെയ്യാം. 3 വ്യത്യസ്ത സെല്ലുകളായിട്ട് ഇയറും മന്തും ഡേയും ഉണ്ടെങ്കിൽ ആ സെൽ റെഫറൻസ് നൽകിക്കൊണ്ട് അതിനെ മറ്റൊരു സെല്ലിൽ ഡേറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ കഴിയും. ദെൻ അവസാനമായിട്ട് 7ാമത്തെ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനാണ് ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ. ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ ഓരോ ഡേറ്റിൻ്റെയും വാല്യൂ എത്രയാണ്, ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ഡേറ്റിനൊരു വാല്യൂ കമ്പ്യൂട്ടർ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റ് വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ഒരാളുടെ ഏജൊക്കെ നിർണ്ണയിക്കുക എളുപ്പമാണ്. അപ്പോൾ ഡേറ്റ് വാല്യൂ ഫംഗ്ഷനാണ് മറ്റൊരു ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ കൺവേർട്സ് ദ ഗിവൺ ഡേറ്റ് ഇൻ ടു ഇറ്റ്സ് ഡേറ്റ് വാല്യൂ. ലിബ്രെഓഫീസ് കാൽക്ക് കൺസിഡേഴ്സ് 30th December 1899 as the base date with the date value 0. ലിബ്രെഓഫീസ് കാൽക്കിൽ 30/12/1899 ആണ് അവിടെ 0 ആയിട്ട് കണക്കാക്കുന്നത്, ഡേറ്റ് വാല്യൂ 0 ആയിട്ട്. അപ്പോൾ 31/12/1899 എന്ന് പറയുന്നത് ഡേറ്റ് വാല്യൂ 1 ആയിരിക്കും. ആ രീതിയിൽ ഇന്ന് ഡേറ്റ് വാല്യൂ എത്രയാണ് എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. ഈ ദിവസത്തിൻ്റെ ഇന്നേ ദിവസത്തിൻ്റെ ഡേറ്റ് വാല്യൂ എത്രയാണെന്ന് നിർണ്ണയിക്കാൻ കഴിയും. അപ്പോൾ 30/12/1899 ശേഷം എത്ര ദിവസമായിട്ടുണ്ട് എന്നാണ് ഒരു ഡേറ്റ് വാല്യൂ ആയിട്ട് നൽകുന്നത്. സോ ദിസ് ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ കൺവേർട്സ്
ദ ഗിവൺ ഡേറ്റ് ഇൻറ്റു ഇറ്റ്സ് ഡേറ്റ് വാല്യൂ. അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യുന്നു. അവിടെ ബേസായിട്ട് എടുക്കുന്നത് 30/12/1899. 30/12/1899 വാല്യൂ 0 ആയിട്ട് എടുത്തുകൊണ്ട് തുടർന്ന് ഡേറ്റ് വാല്യൂ നിശ്ചയിക്കുകയാണ്. ദിസ് ഫംഗ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഏജ് കാൽക്കുലേഷൻ ഫ്രം ഡേറ്റ് ഓഫ് ബർത്ത്. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ നമുക്ക് ഏജ് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കഴിയും. ഹിയർ സെൽഫ് റെഫറൻസ് ഈസ് നോട്ട് പെർമിറ്റഡ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് വാല്യൂവിൽ മാത്രം സെൽഫ് റെഫറൻസ് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേഷൻ നടത്താൻ സാധിക്കില്ല. അതതിൻ്റെ ഒരു പരിമിതിയാണ്. ബാക്കിയുള്ള ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസിൽ അവിടെ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സെൽ റെഫറൻസ് ഡേറ്റുള്ള സെല്ല് സ്പെസിഫൈ ചെയ്ത് കൊടുത്ത് സെൽ റെഫറൻസ് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഡേറ്റ് വാല്യൂ ഫംഗ്ഷനിൽ അവിടെ സെൽ റെഫറൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ വാല്യൂ കാണേണ്ട ഡേറ്റ് തന്നെ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇറ്റ്സ് സിൻടാക്സ് ഈസ് ഡേറ്റ് വാല്യൂ ടെക്സ്റ്റ്. ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഡേറ്റ് ആണ്. ഏത് ഡേറ്റിൻ്റെ ഡേറ്റ് വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത് അത് ടെക്സ്റ്റായിട്ട് വേണം കൊടുക്കാൻ, അവിടെ നമ്പറായിട്ടല്ല. സാധാരണ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ ഡേറ്റയാണ്, അല്ലെങ്കിൽ വാല്യൂ ആണ്. എന്നാൽ ഇവിടെ ഡേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് നൽകേണ്ടത് കൊട്ടേഷനിലാണ്. അപ്പോൾ കൊട്ടേഷണൽ ഡേറ്റ് കൊടുക്കുമ്പോൾ അതെന്തായി മാറുന്നു? ഒരു ടെക്സ്റ്റ് ഡേറ്റ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലേബലായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് സിൻടാക്സിൽ ഡേറ്റ് വാല്യൂ ടെക്സ്റ്റ് എന്ന് അതിൻ്റെ ബ്രാക്കറ്റിൽ നൽകുന്നത്. കാരണം സെൽ റെഫറൻസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ ഒരു ടെക്സ്റ്റ് ഡേറ്റ മാത്രമേ അവിടെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഡേറ്റ് കൊട്ടേഷനുള്ളിൽ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ട്. ഹിയർ ദ ഗിവൺ ഡേറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ കൊട്ടേഷൻസ്. എങ്കിൽ മാത്രമേ അതിനെ ടെക്സ്റ്റായിട്ട് കണക്കാക്കുകയുള്ളൂ. സോ ഇൻ ദിസ് ഫോർമുല ദ ഡേറ്റ് ഗിവൺ ഇൻ ഡബിൾ കോട്ട്സ് ഈസ് കൺസിഡർഡ് ആസ് ദ ടെക്സ്റ്റ് ഡേറ്റ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈക്വൽ ടു ഡേറ്റ് വാല്യൂ കൊട്ടേഷനിൽ 27/9/2020 കൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 27/9/2020 ഡേറ്റ് വാല്യൂ ആ സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യും. 27/9/2020 ഡേറ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുക 44,101 ആയിരിക്കും. അതായത് 30/12/1899 ശേഷം 44,101 ദിവസമാണ് 27/9/2020 എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് നിർവഹിക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് ഏജ് കാൽക്കുലേഷൻസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡേറ്റ് വാല്യൂ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഡേറ്റ് വാല്യൂ എങ്ങനെ ഒരു വർക്ക്ഷീറ്റിൽ ഉപയോഗിക്കാമെന്ന് നമുക്കിനി തുടർന്ന് കാണാം. പുതിയൊരു വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ വർക്ക്ഷീറ്റിൽ എങ്ങനെ ഈ ഡേറ്റ് ഫങ്ഷൻ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. ആദ്യമായി നമുക്ക് ടുഡേ എന്നുള്ള ഫങ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. അവിടെ A1 എന്നുള്ള സെല്ലിൽ ഈക്വൽ ടു ടുഡേ എന്നുള്ള ഫങ്ഷൻ നമ്മൾ നൽകുന്നു. ബ്രാക്കറ്റ് നൽകുന്നു, എൻ്റർ ചെയ്യുക. അവിടെ സിസ്റ്റത്തിൽ ആ ദിവസത്തെ ഡേറ്റ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ടുഡേ എന്നുള്ള ഫങ്ഷൻ അപ്പോൾ അതാത് ദിവസത്തെ ഡേറ്റ് ഏതെങ്കിലും സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നു. അടുത്തായിട്ട് നൗ എന്നുള്ള ഫങ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഈക്വൽ ടു നൗ ബ്രാക്കറ്റ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. അവിടെ കോളത്തിന് കുറച്ച് വിഡ്ത്ത് വർദ്ധിപ്പിക്കുക. കോളത്തിൻ്റെ വിഡ്ത്ത് കുറവായതുകൊണ്ടാണ് അവിടെ എറർ മെസ്സേജ് കാണിക്കുന്നത്. കോളത്തിൻ്റെ വിഡ്ത്ത് കൂട്ടി കൊടുക്കുക. അപ്പോൾ നോക്കുക 10:46 സിസ്റ്റത്തിലെ സമയം. അതുകൊണ്ട് 10:46 സമയം കാണിച്ചിരിക്കുന്നു. 27/9/2020 10:46
അവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ആൻഡ് ടൈം. അപ്പോൾ ഡേറ്റും ടൈമും ഡിസ്പ്ലേ ചെയ്യിക്കുമ്പോഴാണ്, ആവശ്യമുള്ളപ്പോഴാണ് സെല്ലിൽ നൗ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടത്. തുടർന്ന് ഇയർ എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഉദാഹരണമായിട്ട് ഈക്വൽ ടു ഇയർ, ബ്രാക്കറ്റിൽ ഇയർ നൽകുക, സേ 27/9/2020. കൊട്ടേഷൻ അവസാനിപ്പിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ആ ഡേറ്റിലെ ഇയർ മാത്രം അവിടെ ഡിസ്പ്ലേ ചെയ്തു. സെൽ റെഫറൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഉദാഹരണമായിട്ട് നമ്മുടെ A4 എന്നുള്ള സെല്ലിൽ ഡേറ്റ് ഉണ്ട്, സേ 27/9/2020. ദെൻ തുടർന്ന് മറ്റൊരു സെല്ലിൽ, സേ C4 എന്നുള്ള സെല്ലിൽ നമ്മൾ ഈക്വൽ ടു ഇയർ, സെൽ റെഫറൻസ് കൊടുക്കുക. ഈ സെല്ല്, അതായത് സെല്ല് നമ്മൾ A4 റെഫർ ചെയ്ത് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അവിടെ 2020 എന്നുള്ള ആ ഇയർ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ സെൽ റെഫറൻസ് ആണ് കൂടുതലായിട്ട് നമുക്ക് പ്രായോഗികമായിട്ട് ആവശ്യമായിട്ട് വരിക. മറ്റൊരു സെല്ലിലുള്ള ഇയർ മാത്രം കാണിക്കേണ്ടതുണ്ടെങ്കിൽ ആ സെൽ റെഫറൻസ് കൊടുത്തുകൊണ്ട് ഇയർ എന്നുള്ള ആ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ദെൻ ഇതുപോലെ തന്നെ നമുക്ക് മന്ത് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈക്വൽ ടു മന്ത്, ബ്രാക്കറ്റിൽ ഏത് ഇയറിലെ മന്താണോ കാണേണ്ടത് അത് ബ്രാക്കറ്റിൽ കൊടുക്കുക, കൊട്ടേഷനിൽ കൊടുക്കുക, സേ 27/9/2020. കൊട്ടേഷൻ അവസാനിപ്പിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ അവിടെ മന്ത് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് സെൽ റെഫറൻസ് ആയിട്ട് അത് കണ്ടുപിടിക്കാവുന്നതാണ്. സേ ഉദാഹരണമായിട്ട് ഈക്വൽ ടു മന്ത്, ബ്രാക്കറ്റിൽ സെൽ റെഫറൻസ്, വീണ്ടും നമ്മൾ A4 സെൽ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുക. അവിടെ നോക്കുക, 9 എന്നുള്ള മന്ത് മാത്രം അവിടെ ഡിസ്പ്ലേ ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് ഡേ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈക്വൽ ടു ഡേ, ബ്രാക്കറ്റിൽ കൊട്ടേഷനിൽ കൊടുക്കുക, കൊട്ടേഷൻ അവസാനിപ്പിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അവിടെ ആ ഡേറ്റ് മാത്രം നമുക്ക് ലഭിച്ചു. ഇതും സെൽ റെഫറൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഡേ, ബ്രാക്കറ്റിൽ സെൽ റെഫറൻസ് കൊടുക്കുക, സേ A4 സെൽ റെഫറൻസ് ആയിട്ട് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അവിടെ ആ ഡേ മാത്രം ലഭിച്ചു. അടുത്തായിട്ട് നമുക്ക് ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. A1 എന്നുള്ള സെല്ലിൽ ഈക്വൽ ടു ഡേറ്റ്, ബ്രാക്കറ്റിൽ
പാരാമീറ്റേഴ്സ് ആദ്യം ഇയറാണ് കൊടുക്കേണ്ടത്. സേ 2020, കോമ, തുടർന്ന് മന്താണ് കൊടുക്കേണ്ടത് 9, കോമ, ഡേ കൊടുക്കുക 27, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അത് ഡേറ്റ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഡേറ്റിൻ്റെ ഫോർമാറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഇയർ 4 ഡിജിറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ സെല്ല് മൗസ് ക്ലിക്ക് ചെയ്യുക, മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെല്ലിൽ ഡേറ്റിൽ ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ആവശ്യമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇയർ അവിടെ 4 ഡിജിറ്റായിട്ട് മാറി പുതിയ ഫോർമാറ്റിലേക്ക് മാറിയതായിട്ട് കാണാം. ഈ ഡേറ്റ് ഫംഗ്ഷൻ തന്നെ സെൽ റെഫറൻസ് നൽകി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി A1-ൽ ഇയറായിട്ട് 2020 ഉണ്ട്, ബിയിലാകട്ടെ 9 മന്ത് കൊടുത്തിട്ടുണ്ട്, C2-ൽ ഡേ ആയിട്ട് 27 ഉണ്ട്. അങ്ങനെയാണ് D2-ൽ നമുക്ക് ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡേറ്റ് ഫോർമാറ്റിലേക്ക് ഈ സംഖ്യകളെ മാറ്റാവുന്നതാണ്. ഈക്വൽ ടു ഡേറ്റ് ബ്രാക്കറ്റിൽ സെൽ റെഫറൻസ് കൊടുക്കുക, ഇയറിൻ്റെ സെൽ റെഫറൻസ് കൊടുക്കുക. A2 ആണ് ഇയർ ഉള്ളത്, കോമ, തുടർന്ന് മന്തിൻ്റെ സെൽ റെഫറൻസ് കൊടുക്കുക B2, കോമ, ഡേയുടെ സെൽ റെഫറൻസ് കൊടുക്കുക C2, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ നൽകുക. അത് ഡേറ്റ് ആയിട്ട് മാറിയതായിട്ട് കാണാം. 4 ഡിജിറ്റിലേക്ക് ഇയർ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെ ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. ഫോർമാറ്റ് സെൽസിൽ അപ്പിയർ ചെയ്യുന്ന വിൻഡോയിൽ നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റിലേക്ക് അതിനെ മാറ്റി നൽകുക. ഇയർ 4 ഡിജിറ്റിലേക്ക് മാറിയതായിട്ട് കാണാം. തുടർന്ന് ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഡേറ്റ് വാല്യൂവിൽ നമുക്കറിയാം സെൽ റെഫറൻസ് അനുവദനീയമല്ല. ഡേറ്റ് വാല്യൂ ലഭിക്കേണ്ട ഡേറ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ടെക്സ്റ്റായിട്ട് കൊട്ടേഷനിൽ സേ ഇന്നത്തെ ദിവസത്തിൻ്റെ ഡേറ്റ് വാല്യൂ കാണണമെങ്കിൽ ഈക്വൽ ടു ഡേറ്റ് വാല്യൂ ബ്രാക്കറ്റിൽ കൊട്ടേഷനിൽ സേ 27 9 2020 കൊട്ടേഷൻ അവസാനിപ്പിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. 44,101 27/9/2020 ഡേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈക്വൽ ടു ഡേറ്റ് വാല്യൂ ബ്രാക്കറ്റിൽ കൊട്ടേഷനിൽ സേ 1/1/2020 കൊട്ടേഷൻ അവസാനിപ്പിക്കുക. 1/1/2020 ഡേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 43,831 ആയിരുന്നു.
അടുത്തായിട്ട് നമുക്കൊരു ലാബ് വർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ് ആൻഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലാബ് വർക്കിലേക്ക് കിടക്കാം. സാധാരണ പ്രാക്ടിക്കൽ എക്സാമിനേഷൻസും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. രണ്ടാമത്തെ ലാബ് വർക്കായിട്ട് ഏജ് കാൽക്കുലേഷൻ നൽകുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഔട്ട് ദ ഏജ് ഓഫ് ഫോളോവിങ് എംപ്ലോയീസ് യൂസിങ് കട്ട് ഓഫ് ഡേറ്റ് ആസ് 1/1/2020. ഓൾസോ ഫൈൻഡ് ദ എംപ്ലോയീസ് who are eligible for promotion by checking the condition age greater than or equal to 45. ഇവിടെ 2 ടാസ്കുകളാണ് ഈ ലാബ് വർക്കിൽ നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ട് 1/1/2020 കട്ട് ഓഫ് ഡേറ്റ് വെച്ചുകൊണ്ട് എംപ്ലോയീസിൻ്റെ ഏജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എംപ്ലോയീസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് താഴെ തന്നിട്ടുണ്ട്. ആ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചുകൊണ്ട് 1/1/2020 ആ എംപ്ലോയീസിൻ്റെ ഏജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ ഈ എംപ്ലോയീസിൽ 45 കഴിഞ്ഞവർക്ക് പ്രൊമോഷൻ അർഹതയുണ്ട്. 45 വയസ്സോ അതിലധികം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45. 45 അതിലധികമോ വയസ്സുള്ളവർക്ക് പ്രൊമോഷൻ അവസരമുണ്ട്. അപ്പോൾ ആരൊക്കെ ഇതിൽ പ്രൊമോഷൻ എലിജിബിൾ ആണ് എന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഈഫ് എന്ന് പറയുന്ന കണ്ടീഷണൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം, ഒരു കണ്ടീഷൻ കൊടുത്തുകൊണ്ട്. തുടർന്ന് നമ്മൾ ഈ ഫംഗ്ഷനെക്കുറിച്ച് വിശദമായിട്ട് കാണുന്നുണ്ട്. ലോജിക്കൽ ഫംഗ്ഷൻസിൽ അത്തരമൊരു കണ്ടീഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ആരൊക്കെ എലിജിബിൾ ആണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അവിടെ ഡേറ്റ തന്നിരിക്കുന്നത് എംപ്ലോയി നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ക്രമത്തിൽ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമുക്ക് 5 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് അവരുടെ ഏജ് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ ഇതിൽ 45 വയസ്സിലധികമുള്ളവർ എലിജിബിൾ ആണെന്നുള്ള കാര്യം ഡിസ്പ്ലേ ചെയ്യണം. നമുക്ക് ഈ ലാബ് വർക്ക് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കാം. ആദ്യമായി we should open a new worksheet and enter the given data from A1 to C6. നമുക്ക് 5 എംപ്ലോയീസിൻ്റെ എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഇവ നൽകിയിട്ടുണ്ട്. അതിൽ ഒരു പുതിയ വർക്ക്ഷീറ്റിൽ ഈ വിവരങ്ങൾ രേഖപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കോളം എയിൽ എംപ്ലോയി നമ്പറും കോളം ബിയിൽ എംപ്ലോയീസിൻ്റെ നെയിമും സിയിൽ നൽകിയിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്യുക. നൽകിയിരിക്കുന്ന ഡേറ്റ പുതിയൊരു വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്ത് A1 to C6 ആ റേഞ്ചിൽ എൻ്റർ ചെയ്യുന്നതാണ് ആദ്യ നടപടി. സെക്കൻഡ്ലി, എൻ്റർ ദ ടൈറ്റിൽ കട്ട് ഓഫ് ഡേറ്റ് ഇൻ D1 and enter the cut off date as 1/1/2020 in D2 D6. അടുത്തായിട്ട് ക്വസ്റ്റിൽ നമുക്ക് കട്ട് ഓഫ് ഡേറ്റ് തന്നിട്ടുണ്ട്. 1/1/2020 കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ ഡേറ്റ് വെച്ചാണ് നമ്മൾ ഏജ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. ആ കട്ട് ഓഫ് ഡേറ്റ് D1, കട്ട് ഓഫ് ഡേറ്റ് എന്നുള്ള ടൈറ്റിൽ D1 എന്നുള്ള സെല്ലിൽ നൽകുക. തുടർന്ന് D2 1/1/2020 എന്നുള്ള ആ കട്ട് ഓഫ് ഡേറ്റ് എൻ്റർ ചെയ്യുക. മറ്റുള്ള എംപ്ലോയീസിന് കൂടി അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. കട്ട് ഓഫ് ഡേറ്റ് D2 D6 എന്ന് പറയുന്ന റേഞ്ചിൽ എൻ്റർ ചെയ്യലാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. ദെൻ മൂന്നാമതായിട്ട് എൻ്റർ ദ ടൈറ്റിൽ ഏജ് ഇൻ E1 ആൻഡ് കാൽക്കുലേറ്റ് ദ ഏജ് ഓഫ് ദ ഫസ്റ്റ് എംപ്ലോയി ഇൻ E2. അടുത്തായിട്ട് നമ്മൾ ഏജ് കാൽക്കുലേഷനിലേക്ക് പോവുകയാണ്. അവിടെ ഈ സെല്ലിലാണ് ഏജ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇ എന്ന് പറയുന്ന കോളത്തിലാണ്. അതിൽ E1 ഏജ് എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കുക. തുടർന്ന് ഫസ്റ്റ് എംപ്ലോയിയുടെ ഏജ് E2 കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുള്ള ഫോർമുല ഈക്വൽ ടു ബ്രാക്കറ്റിൽ D1 മൈനസ് C1 ഡിവൈഡഡ് ബൈ 365.25. 365.25 എന്ന് പറയുന്നത് ഒരു വർഷത്തെ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. 365.25 ദിവസമാണ് ഒരു വർഷമെന്ന് നമുക്കറിയാം.
അപ്പോൾ D1 മൈനസ് C1 എന്ന് പറയുന്നത് D1ലാണ് നമ്മൾ കട്ട് ഓഫ് ഡേറ്റ് നൽകിയിരിക്കുന്നത്. ആ കട്ട് ഓഫ് ഡേറ്റിൽ നിന്നും C1ലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കുറച്ചാൽ നമുക്ക് ആ ഡേറ്റ് വാല്യൂ ലഭിക്കുന്നതാണ്. ഡിഫറൻസ് ഉള്ള ഡേറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആ ഡിഫറൻസ് ഉള്ള നമ്പർ ഓഫ് ഡേയ്സ് ലഭിക്കും. അതായത് അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ 1/1/2020 വരെയുള്ള അയാളുടെ നമ്പർ ഓഫ് ഡേയ്സ് ലഭിക്കും. അതിനെ ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 365.25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ ഏജ് ലഭിക്കുന്നതാണ്. എന്നാൽ ഏജ് ഫ്രാക്ഷനായിട്ടാണുള്ളതെങ്കിൽ അതിനെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടതുണ്ട്. ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടി ഫോർമാറ്റിൽ പോയിട്ട് അതിനെ നമ്പറാക്കി മാറ്റുക. നമ്പർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡെസിമൽ പോയിൻ്റ് 0 ആക്കുക. അവിടെ പൂർണ്ണസംഖ്യ ആയിട്ട് ഏജ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ 0 കൊണ്ട് ഡെസിമൽ പ്ലേസ് 0 ആക്കുന്നത്. ദെൻ ഡ്രാഗ് ദ ഏജ് കാൽക്കുലേഷൻ ടു അതർ എംപ്ലോയീസ് യൂസിങ് ദ ഫിൽ ഹാൻഡിൽ. ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ബാക്കിയുള്ള എംപ്ലോയീസിന് കൂടി ഏജ് കാൽക്കുലേഷൻ അവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്തിട്ട് അവിടെ മറ്റുള്ളവർക്ക് കൂടി ആ കാൽക്കുലേഷൻ അവിടെ കോപ്പി ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അടുത്തായിട്ട് പ്രൊമോഷൻ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ കണ്ടെത്തുന്നത്. അതിനുവേണ്ടി എൻ്റർ ദ ടൈറ്റിൽ പ്രൊമോഷൻ ഇൻ F1. F1 എന്നുള്ള കോളത്തിൽ F1 എന്നുള്ള സെല്ലിൽ കോളത്തിൽ F1 എന്നുള്ള സെല്ലിൽ പ്രൊമോഷൻ എന്ന് ടൈറ്റിൽ അടിക്കുക. ആൻഡ് ഫൈൻഡ് ദ എലിജിബിലിറ്റി ഓഫ് ഫസ്റ്റ് എംപ്ലോയി ഇൻ F2. ആദ്യ എംപ്ലോയിയുടെ എലിജിബിലിറ്റി, അയാൾ എലിജിബിൾ ആണോ, അതായത് 45 വയസ്സോ അതിലധികമോ ആണെങ്കിൽ മാത്രമേ എലിജിബിൾ ആയിരിക്കുകയുള്ളൂ. അയാൾക്ക് 45 വയസ്സോ അതിലധികമോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ്. അവിടെ എലിജിബിലിറ്റി തീരുമാനിക്കുക. അതിനുപയോഗിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഈഫ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ലോജിക്കൽ ഫംഗ്ഷനായിട്ടാണ് ഈഫ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ആ ഫോർമുലയിൽ ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഈഫ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അവിടെ E2ലാണ് അവരുടെ ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് എംപ്ലോയിയുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ E2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 ആണോ എന്നുള്ള കണ്ടീഷൻ കൊടുക്കുക. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അവിടെ എലിജിബിൾ എന്ന് അടിക്കണം. ആ സെല്ലിൽ എലിജിബിൾ എന്ന് കാണിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ടെസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് അത് കൊട്ടേഷനിൽ കൊടുക്കുക, കോമ. അതർവൈസ് അല്ലെങ്കിൽ എന്താണ് കാണിക്കേണ്ടത്? 45 വയസ്സിൽ താഴെയാണെങ്കിൽ നോട്ട് എലിജിബിൾ ആണ് പ്രൊമോഷന്. അതാണ് കണ്ടീഷൻ. അവിടെ ആദ്യം ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ആദ്യം കണ്ടീഷൻ കൊടുത്തു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് കാണിക്കണം എന്നാദ്യം പിന്നീട് കാണിച്ചു. പിന്നെ ഏറ്റവും അവസാനമായിട്ട് കോമയിട്ടിട്ട് കൊട്ടേഷനിൽ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, നോട്ട് എലിജിബിൾ എന്ന് അവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എലിജിബിൾ ആണോ നോട്ട് എലിജിബിൾ ആണോ എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. തുടർന്ന് ബാക്കിയുള്ളവർക്ക് കൂടി ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഈ ഫോർമുല ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ഇറ്റ് ടു അതർ എംപ്ലോയീസ് യൂസിങ് ഫിൽ ഹാൻഡിൽ. ഈ രീതിയിലാണ് അവിടെ എംപ്ലോയീസിൻ്റെ ഏജ് തീരുമാനിച്ചുകൊണ്ട് അവരുടെ കട്ട് ഓഫ് ഡേറ്റ് വെച്ചുകൊണ്ട് ഏജ് തീരുമാനിക്കുകയും ദെൻ ആ ഏജ് ചെക്ക് ചെയ്തുകൊണ്ട് എലിജിബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് ഒരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇത് എങ്ങനെ കമ്പ്യൂട്ടറിൽ ചെയ്യാമെന്ന് കാണാം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ഈ രീതിയിലായിരിക്കും. കട്ട് ഓഫ് ഡേറ്റും ഏജും പ്രൊമോഷനുമാണ് നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം 45 വയസ്സിൽ കൂടുതലുള്ള അരുൺകുമാറും ബിനോയ് കുര്യനും എലിജിബിളാണ്. എന്നാൽ തുടർന്നുള്ള ചന്ദ്രബാബു ദേവദാസ് അവർ 45 വയസ്സ് താഴെയുള്ളവരാണ്. അതുകൊണ്ട് നോട്ട് എലിജിബിൾ എന്നാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. വിൽസി മാത്യു 48 ആണ് ഏജ്, അതുകൊണ്ട് എലിജിബിളാണ്. അപ്പോൾ 3 പേര് എലിജിബിളാണ് പ്രൊമോഷന്, എന്നാൽ 2 പേര് എലിജിബിൾ അല്ല എന്ന് അവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നു. പുതിയൊരു വർക്ക്ഷീറ്റിൽ ഈ ഏജ് കാൽക്കുലേഷനും പ്രൊമോഷൻ ക്രൈറ്റീരിയ എങ്ങനെ
ചെയ്യാമെന്നുള്ളത് നമുക്ക് കാണാം. ഏജ് കാൽക്കുലേഷൻ നടത്തി ഓരോ എംപ്ലോയിയും പ്രൊമോഷൻ എലിജിബിൾ ആണോ അല്ലോ എന്ന് നമുക്കൊരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് കാൽക്കുലേഷൻസ് നടത്താം. തന്നിരിക്കുന്ന ഓപ്പൺ ചെയ്ത പുതിയ വർക്ക്ഷീറ്റിൽ തന്നിരിക്കുന്ന ഡേറ്റ എൻ്റർ ചെയ്യുക. കോളം എയിൽ എംപ്ലോയി നമ്പറും കോളം ബിയിൽ എംപ്ലോയീസിൻ്റെ നെയിമും സിയിൽ നൽകിയിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് എൻ്റർ ചെയ്യാം. A1-ൽ എംപ്ലോയി നമ്പർ എന്ന് ഹെഡിങ് കൊടുക്കുക. പിയിൽ B1-ൽ നെയിമെന്ന് ഹെഡിങ് കൊടുക്കുക. C1-ൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ഹെഡിങ് കൊടുക്കുക. തുടർന്ന് തന്നിരിക്കുന്ന 5 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ നമുക്ക്. ഇത്തരത്തിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം അടുത്തായി D1-ൽ കട്ട് ഓഫ് ഡേറ്റ് എന്ന് ടൈറ്റിൽ കൊടുക്കുക. തുടർന്ന് കട്ട് ഓഫ് ഡേറ്റ് ആദ്യത്തെ എംപ്ലോയിക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. കട്ട് ഓഫ് ഡേറ്റ് നമുക്കറിയാം 1/1/2020 അതിനുശേഷം ആ കട്ട് ഓഫ് ഡേറ്റ് നമുക്ക് കോപ്പി ചെയ്യാം. കട്ട് ഓഫ് ഡേറ്റ് കോപ്പി ചെയ്യുക. തുടർന്നുള്ള എംപ്ലോയീസിനും അതേ കട്ട് ഓഫ് ഡേറ്റ് ആണ്, പേസ്റ്റ് ചെയ്യാം. ബാക്കിയുള്ള എംപ്ലോയീസിനും കട്ട് ഓഫ് ഡേറ്റ് നമ്മൾ കോപ്പി ചെയ്തു. തുടർന്ന് E1 എന്നുള്ള സെല്ലിൽ ഏജ് എന്ന ഹെഡിങ് കൊടുക്കുക. ഏജ് എന്ന ഹെഡിങ് കൊടുത്തതിന് ശേഷം ആദ്യത്തെ എംപ്ലോയിയുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈക്വൽ ടു കട്ട് ഓഫ് ഡേറ്റിൽ നിന്നും കട്ട് ഓഫ് ഡേറ്റ് D2-ലാണുള്ളത്, D2 മൈനസ് അതിൽ നിന്നും അനിൽകുമാറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള സെല്ല് റെഫർ ചെയ്ത് കൊടുക്കുക. C2 ആണ്. അതിനെ ബ്രാക്കറ്റിൽ നൽകുക. കാരണം ഇനി 365.25 ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ട് അത് ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക. D2 മൈനസ് C2 എന്നുള്ളത് ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക. മൈനസ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ കൊടുക്കുക. ഡിവൈഡ് ചെയ്യേണ്ടത് 365.25 കൊണ്ടാണ്. എൻ്റർ ചെയ്യുക. അവിടെ ഫ്രാക്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ സെല്ല് നേരത്തെ റൗണ്ട് ഓഫ് ചെയ്തതുകൊണ്ടാണ് 51 ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് സെല്ലിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് സെല്ലിൽ പോയി നമ്പർ സെലക്ട് ചെയ്യുക. നമ്പർ സെലക്ട് ചെയ്തിട്ട് ഡെസിമൽ 0 ആണോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ 0 ആക്കുക. ഓക്കെ നൽകുക. ആ രീതിയിൽ ഡെസിമൽ പോയിൻറ്റുകൾ ഒഴിവാക്കാവുന്നതാണ്. തുടർന്ന് കാൽക്കുലേഷൻ മറ്റുള്ള എംപ്ലോയീസിനൂടെ ഡ്രാഗ് ചെയ്യാണ് വേണ്ടത്. ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ബ്ലാക്ക് സ്ക്വയറിൽ മൗസ് കൊണ്ടുവരിക. അപ്പോൾ അവിടെ ഒരു ക്രോസ് ചിഹ്നം കാണാം. അത് ഡ്രാഗ് ചെയ്യുക താഴേക്ക്. തുടർന്നുള്ള എംപ്ലോയീസിനൂടെ ഏജ് നമ്മൾ ഫില്ല് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രൊമോഷൻ എലിജിബിൾ ആണോ എന്ന് കണ്ടുപിടിക്കുകയാണ്. അവിടെ F1-ൽ പ്രൊമോഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. പ്രൊമോഷൻ എലിജിബിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടി ഫോർമുല അപ്ലൈ ചെയ്യുക. ഈഫ് എന്നുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഈക്വൽ ടു ഈഫ്, തുടർന്ന് ബ്രാക്കറ്റിൽ കണ്ടീഷൻ കൊടുക്കണം. കണ്ടീഷൻ എന്ന് പറയുന്നത് ഏജ് ഉള്ളത് E2-ലാണ് ഏജ് ഉള്ളത്. സെൽ റെഫറൻസ് കൊടുക്കുക E2.
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 വയസ്സോ അതിലധികമായിരിക്കണം, കോമ. ഇവിടെ കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കൊട്ടേഷനിൽ കൊടുക്കുക എലിജിബിൾ എന്ന് പ്രിൻ്റ് ചെയ്യണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ നൽകുക. കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കൊട്ടേഷനിൽ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കൊട്ടേഷൻ അവസാനിപ്പിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ നൽകുക. അവിടെ ആദ്യത്തെ എംപ്ലോയിക്ക് 51 ആണ് ഏജ്, 45 അധികമാണ്, അതുകൊണ്ട് എലിജിബിൾ എന്ന് കാണിച്ചു. തുടർന്നുള്ള എംപ്ലോയീസിന് അത് ഡ്രാഗ് ചെയ്യുക, ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുക. ക്രോസ് സിമ്പൽ വരുമ്പോൾ താഴേക്ക് വലിക്കുക, ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ആരൊക്കെ എലിജിബിളാണ്, ആരൊക്കെ എലിജിബിൾ അല്ല പ്രൊമോഷൻ എന്ന് ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ രീതിയിലാണ് നമ്മൾ ഏജ് കാൽക്കുലേഷനും അതോടൊപ്പം തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും തീരുമാനിക്കുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. Thank you for watching this video.